2025 ഡിസംബറിൽ പുറത്തിറങ്ങിയ ദിലീപ് മോഹൻലാൽ ചിത്രം ബബ്ബബ്ബ ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയുടെ ഒരു ചുരുക്കമാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഏകദേശം 3-4 മിനിറ്റ് കൊണ്ട് തന്നെയാണ് ഈ സിനിമയുടെ കഥ ഞാൻ പറഞ്ഞു തീർക്കുന്നത്. ബബ്ബബ്ബ വേൾഡ് ഓഫ് മാഡ്നസ്. ഈ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഭയം ഭക്തി ബഹുമാനം എന്നീ വികാരങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പക്ക മാസ് കോമഡി എൻ്റർടൈനറാണിത്. ഈ സിനിമയുടെ പ്രത്യേകത ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ ആദ്യമായി ഒന്നിക്കുന്നു എന്നതായിരുന്നു. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു അപ്രതീക്ഷിത തട്ടിക്കൊണ്ടുപോകൽ കൊണ്ടാണ്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ CK ജോസഫിനെ ഒരു പൊതുയോഗത്തിനിടയിലാണ് ജനക്കൂട്ടത്തിന് നടുവിൽ നിന്ന് മുഖ്യമന്ത്രിയെ വളരെ തന്ത്രപരമായി ഒരാൾ തട്ടിക്കൊണ്ടുപോകുന്നത്. ആ തട്ടിക്കൊണ്ടുപോകുന്ന ഒരാൾ സ്വയം പ്രഖ്യാപിക്കുന്നത് മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ മകൻ NIA ഓഫീസറുമായി കേരളത്തിലെ പോലീസിനെയും സർക്കാരിനെയും അമ്പരപ്പിക്കുന്ന കഥാപാത്രമാണ് അദ്ദേഹം എത്തുന്നു. നോവലിന്റെ അന്വേഷണത്തിലൂടെയാണ് ഈ കിഡ്നാപ്പർ മറ്റാരുമല്ല റാം ദാമോദർ എന്ന റഡാർ ആണ് എന്ന് മനസ്സിലാവുന്നത്. ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് റഡാർ എന്ന കഥാപാത്രം. റഡാർ പണ്ട് ഗില്ലി ബാല എന്ന കരുത്തനായ ഒരു ഡോണിന്റെ വലങ്കൈയായിരുന്നു. ലാലേട്ടൻ്റെ ആ പഴയ വിൻറ്റേജ് ലുക്കിലും ഊർജ്ജസ്വലതയിലും എത്തുന്ന ഈ കഥാപാത്രം ചിത്രത്തിലെ ഏറ്റവും വലിയ കയ്യടി നേടുന്ന ഭാഗമാണ്. റഡാറിനെ ഇന്നത്തെ കരുത്തനാക്കി മാറ്റിയതും ഈ ഗില്ലി ബാല തന്നെയാണ്. എല്ലായിടത്തും തന്റെ ഹൈപ്പ് കൂടി വരുമ്പോൾ ഗില്ലി ബാല അവിടം തന്റെ സുഹൃത്തിനെ ഏൽപ്പിച്ച് മറ്റൊരിടത്തേക്ക് പോവുകയാണ് പതിവ്. ഇവിടെയും അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. തന്റെ ഫ്രണ്ടായ റഡാറിനെ അവിടുത്തെ സാമ്രാജ്യം മുഴുവൻ ഏൽപ്പിച്ചിട്ട് ഗില്ലി ബാല അവിടുന്ന് നാടുവിടുകയാണ്. ആ പക അവനോടൊപ്പം വളർന്നു. കൂടാതെ തന്റെ നാട്ടുകാരുടെ വീടെല്ലാം തകർത്ത് അതുവഴി റോഡുണ്ടാക്കാൻ ശ്രമിച്ച ആ മുഖ്യമന്ത്രിയെ നാട്ടുകാർക്കോട് പകയായപ്പോൾ അതും കണക്കിലെടുത്ത് അവൻ ആ മുഖ്യമന്ത്രിയെ കിഡ്നാപ്പ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ക്ലൈമാക്സിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ നോബിളിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് പോലീസിനുള്ളിൽ തന്നെ റഡാറിന് സഹായികളുണ്ടെന്ന് വെളിപ്പെടുന്നുണ്ട്. റഡാറിന്റെ സുഹൃത്തായ SP ലഷ്കർ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ മുഖം റഡാർ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നു. നിയമത്തിന് പിടികൊടുക്കാതെ എന്നാൽ നീതി നടപ്പിലാക്കി റഡാർ തന്റെ ദൗത്യം പൂർത്തിയാക്കുന്നു. അവിടെ നിന്നൊന്നും ഈ സിനിമ അവസാനിക്കുന്നില്ല. അവസാനിക്കുന്നിടത്ത് വീണ്ടും ഒരു മെന്റൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് റഡാറിനെ കൊല്ലാൻ വരുന്ന ശത്രുക്കളിൽ നിന്ന് ഗില്ലി ബാല അയാളെ രക്ഷിക്കുന്ന രംഗം രണ്ടാം ഭാഗത്തിനുള്ള ഒരു സൂചനയാണ്. ഈ സിനിമയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിൻ്റെയും മോഹൻലാലിൻ്റെയും പഴയ സിനിമകളിലെ ഡയലോഗുകളും യഥാർത്ഥ ജീവിതത്തിലെ ചില വിവാദങ്ങളും തമാശ രൂപേണ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വിനീത് ധ്യാൻ കോംബോയും ദിലീപിൻ്റെ തനതായ ശൈലിയും പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നുണ്ട്. ധ്യാനിൻ്റെ ജോൺസൺ അഞ്ചരക്കണ്ടി എന്ന കഥാപാത്രം ഒരു ഇൻ്റർവ്യൂ സ്റ്റാറായിട്ടാണ് ഇവിടെ വരുന്നത്. ഓരോ സീനിലും പഴയ സിനിമകളിലെ റെഫറൻസുകൾ കൊണ്ടും തഗ് ഡയലോഗുകൾ കൊണ്ടും ധ്യാൻ ചിരിപ്പിക്കുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിൽ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഡാർ ആ മുഖ്യമന്ത്രിയെ കൊല്ലുന്നില്ല. പകരം അദ്ദേഹത്തിന്റെ അഴിമതിയുടെ രേഖകൾ ഗോഡ്സൺ വഴി പുറത്തുവിട്ട് അയാളെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. സിനിമയുടെ അവസാനം റഡാർ വീണ്ടും ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ എത്തുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അവിടെ വെച്ച് അയാളെ വധിക്കാൻ ഓസ്കാർ ബ്രദേഴ്സ് ആളെ അയക്കുന്നുണ്ട്. SJ സൂര്യ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഓസ്കാർ ബ്രദേഴ്സ്. എന്നാൽ കൃത്യസമയത്ത് ഗില്ലി ബാല തിരിച്ചെത്തുകയും റഡാറിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഗില്ലി ബ്രദേഴ്സും ഓസ്കാർ ബ്രദേഴ്സും തമ്മിലുള്ളൊരു വലിയ യുദ്ധമായിരിക്കും രണ്ടാമത്തെ ഒരു സിനിമ എന്നാണ് ആ ഒരു സൂചന നൽകുന്നത്. ഈ സിനിമ എങ്ങനെയുണ്ടായിരുന്നുവെന്ന് നിങ്ങൾ തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിനെപ്പറ്റിയും എഴുതുക. എൻ്റെ അവതരണത്തെപ്പറ്റി പറയാൻ മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.